അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരുന്നാൽ ആരും കാണില്ല എന്ന് മാത്രം നല്ല രസമുണ്ട് ഇവിടെ. ഇതേ ഉണ്ടാവട്ടെ ഈ ചേമ്പ് മാതിരിക്ക് ഉണ്ടായിരുന്നുണ്ടോ. ഇതിന് പക്ഷേ ഇതിങ്ങനെ തടിച്ചെന്നുണ്ടായതുകൊണ്ടാണ് വിത്ത് കുറവാണ്. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖമാണോ? നമ്മളിന്ന് തൊടുവൊക്കെ പോകുന്ന കേട്ടോ. കുറച്ച് ചേമ്പ് കളക്കണം, കാട്ട് ചേമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കളച്ചെടുക്കണം. നമ്മളെ കാന്താരി മുളകിൻ്റെ തോട്ടമാണത്. ഇതിൻ്റെ ഉമ്മ 4 തൈ തന്നതില്ല, നല്ലോണം ഉണ്ടായിക്കണം, ഇഷ്ടം പോലെ മുളകായി. വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. ചെറിയ ചേമ്പ് കുറച്ചാൽ തന്നെ കളച്ചിട്ടുണ്ട് മണ്ണ് ഓർക്കണ ഒരു തുടിയിൽ കൂട്ടി വെച്ചതാട്ടോ. ആവശ്യത്തിന് ഇതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മാന്തിരുത്താൽ മതി. അത് തണ്ട് പോണതിന് മുമ്പ് തന്നെ കളച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണൂല വിചാരിച്ചിട്ട്. മണ്ണ് കളയാതെ വെച്ചാൽ കുറച്ച് മണ്ണ് ഒരു തുടി കൂട്ടിച്ചതിൻ്റെ മേലിട്ട് വെച്ചൊക്കെ ആവശ്യത്തിന് ഇതിന് മാന്തിരിക്കല. ഇതും തന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന് കളച്ചാൽ കിട്ടൂല, കൊത്തിയാൽ പറ്റില്ല. ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വിത്ത് കുറവാണ്, അത്ര തള്ളയാണ് കാണാനുണ്ടോ. വിത്ത് വല്ലാതല്ല. ഇത് 4 മരടുണ്ടായാൽ നമ്മൾ കറി വെക്കാനും ഉപ്പേരി വെക്കാനും കൊടുങ്ങൂല. കാലാകാലം ഇതുമെന്ന് തണ്ട് വെട്ടാം. ലാസ്റ്റ് വിത്തും തള്ളൊക്കെ കളച്ചെടുക്കും. ഈ ചൈമ്പന്തണ്ടിൻ്റെ ഗുണം അപ്പോൾ ആർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമുള്ള ഗുണം പറഞ്ഞു കേട്ടാൽ എല്ലാവരും ഉണ്ടാക്കും ഒരു മരട്. അത്രക്കാണ് ഈ ചേമ്പന്തണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ചേമ്പന്തണ്ട് സ്വന്തം വെച്ചിട്ടേനി ചോറിൽ കൂട്ടൽ. അന്ന് ഇന്നത്തെ പോലെ വെളിച്ചെണ്ണയും തേങ്ങയൊന്നും ഉണ്ടാവില്ല, എന്നാലും അത് നല്ല രസമാണ് ചേമ്പന്തണ്ട്. നല്ലോണം വേവും, വാടാതെ വെട്ടിയാണ് വെച്ചാൽ നല്ല വെണ്ടൊലിഞ്ഞ് പോകും. പിന്നെ സ്കൂൾക്കൊക്കെ പോകുമ്പോഴേ കുട ഉണ്ടാവില്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ചേമ്പൻ തണ്ടും വെട്ടിക്കാണ്ടാണ് സ്കൂൾക്ക് പോലെ. ചേമ്പൻ തണ്ട് കുട ചൂടിക്കാണ്ട് ഞാനൊക്കെ എത്രയോ പോയിക്കണ്. ചേമ്പൻ തണ്ടും വാഴത്തണ്ടൊക്കെ ചൂടിയാണ്. അന്നൊന്നും തൊപ്പിക്കോടൊക്കെ ഉള്ള കാലമാണ്. പക്ഷേ ആ തൊപ്പിക്കോടി ഉണ്ടാവില്ല. അപ്പം സ്കൂൾക്ക് പോകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ ഈ തണ്ട് വെട്ടിക്കാണ്ട് കുട ചൂടി പോവും. അത് എന്നിട്ട് അവിടെ എങ്കിലും വെക്കും. മദ്രസിൻ്റെ സ്കൂളിൻ്റെയൊക്കെ വേക്കിൽ പോരുമ്പം മഴ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തുകൊണ്ട് പോരും. അന്നൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുള്ളൂ തൊപ്പിക്കുട. അതന്നെ അന്ന് ശീലക്കുട അല്ല. ശീലക്കുട എവിടെയെങ്കിലുമൊക്കെ കാണുള്ളൂ. അന്ന് സ്കൂളിൽ പോകുമ്പോൾ ചെരുപ്പും കുടയൊന്നും ഉണ്ടാവില്ല. അന്ന് ചെരുപ്പും കുടയൊന്നും ഇല്ലാതെ തന്നെ നടക്കൽ. പിന്നെ 5ാം ക്ലാസ്സിലൊക്കെ എത്തിയാരെയാണ് എനിക്കൊക്കെ ഒരു കുട കിട്ടിയത്, ഒരു ശീലക്കുട കിട്ടിയത്. കഴിഞ്ഞ കൊല്ലം കാഴ്ചപ്പം ചെറിയൊരു വിത്ത് കുഴി കുത്തി നട്ട് വെച്ചതാണ്. ഈ കൊല്ലം ഇത്ര തോനുണ്ടായി. ഇനി ഈ കുഴിയിൽ തന്നെ ചണ്ടിയും വളമയും നിറച്ചിട്ട് ഇതുമെന്ന് ചെറിയ ഒരു കഷ്ണം പൊത്തെടുത്തിട്ട് അതിൽ തന്നെ നട്ട് കൊടുക്കുക കേട്ടോ.
എന്നാൽ ഞാൻ അടുത്തെല്ലാം വന്ന് കളക്കല്ലോ ഇൻഷാ അല്ലാ. നമ്മളെ കൃഷികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മളെ പെരയിൽ എന്തെങ്കിലും ഒരു നാക്കാലികളമാണ്. ഇവിടെ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ തോനെ ഉണ്ടാവണം അറിയുന്നില്ല. ഇതിന് കുറേ വളം പിന്നെ നമ്മളെ തൊടുവിലെ ആടുകളെ ആട്ടുങ്ങാട്ടൊക്കെ വാരി തൊടുക്കാട്ടില്ല ഇതൊക്കെ അങ്ങോട്ട് അതിൽ വളമേലാണ് ഉണ്ടാകണതൊക്കെ. നാക്കാലികൾ ഏതെങ്കിലും ഒന്ന് പെരയിലും വേണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം ഈ ഒരു മരടും കൂടി കളച്ചാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് പിന്നെ കളക്കാം. ഇന്നിപ്പോൾ ഇതും കൂടി മതി. അങ്ങനത്തെ വിത്ത് പുതിയൊരു മോഡൽ വിത്തിൽ ഇഞ്ചി പോലെ ചേമ്പിൻ്റെ വിത്ത് ഇത് കുറച്ച് വളമ മുകളിലിട്ട് വെണ്ണീരാണ് വേണ്ടിയിരുന്നത്. ചാക്കിലാണ് ആ ചാക്ക് ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഒരു മരട് വെച്ച് മണ്ണിടാം കേട്ടോ. ഞാൻ അടുത്തെല്ലാം വന്ന് കളക്കല്ലോ ഇൻഷാ അല്ലാ.